ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ട് നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിമെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ടാക്സ് മെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ടാക്സും അതുപോലെ മെറിറ്റ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first we are going to discuss about the demerits of direct tax. Direct taxൻ്റെ demerits എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So the first important demerit of direct tax is that uncertainty. So actually we have discussed the term uncertainty as a merit of direct tax. This is also considered as a demerit of this direct tax. Uncertainty is considered as the first important demerit of a direct tax. That is, here we cannot estimate the correct degree of the needed progression that because of difficulties in measurement of ability to pay and the subjective nature of the marginal utility of income. So here the first important demerit എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഒരു ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ആയിരിക്കും. അതായത് വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദ ടാക്സ് ബേസ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദ ടാക്സ് റേറ്റ് ഓൾസോ. അപ്പോൾ ടാക്സ് ബേസ് വർദ്ധിക്കുമ്പോൾ ടാക്സ് റേറ്റും വർദ്ധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പ്രോഗ്രഷൻ ഉണ്ടാവണം, അതായത് ടാക്സ് എത്രത്തോളം കൂടണം, ടാക്സ് ബേസ് കൂടുന്നതനുസരിച്ച് എത്രത്തോളം കൂടണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കണക്കാൻ പറ്റില്ല. അതായത് ബിക്കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ മെഷറിങ് ദ എബിലിറ്റി ടു പേ ആൻഡ് ദ സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം. അതായത് എബിലിറ്റി ടു പേ നമുക്ക് കൃത്യമായിട്ട് ഇളക്കാൻ പറ്റില്ല. നമുക്കറിയാം എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് വെച്ചാൽ ടാക്സസ് ഷുഡ് ബി ലെവീഡ് അക്കോർഡിംഗ് ടു ദ എബിലിറ്റി ടു പേ ഓഫ് ദ ടാക്സ് പെയർ. ടാക്സ് പെയറുടെ എബിലിറ്റി ടു പേ അനുസരിച്ച് വേണം നമ്മൾ ടാക്സ് ചുമത്തേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് പറയുന്നത് വെച്ചാൽ വി കനോട്ട് actually or correctly calculate the ability to pay of a particular person, and at the same time the marginal utility of income is not same for all individuals. അതായത് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ചിലർക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ യൂട്ടിലിറ്റി ഉള്ളതായിരിക്കും, ചിലർക്കെന്ന് പറഞ്ഞാൽ അത് ഇപ്പം എന്താണ് കുറച്ച് യൂട്ടിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എബിലിറ്റി ടു പേ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എല്ലാവർക്കും ഒരേപോലെ അല്ല എന്നുള്ളതുകൊണ്ടും നമുക്ക് കൃത്യമായിട്ട് എത്ര റേറ്റ് വെച്ച് കണക്കാക്കാം. അതായത് പ്രോഗ്രസീവ് നേച്ചർ എന്ന് പറയുമ്പോൾ ടാക്സ് ബേസ് കൂടുന്നതനുസരിച്ച് കൂടേണ്ടതാണ്. അപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ ടാക്സ് റേറ്റ് കൂടുന്നു, പക്ഷേ ആ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ നമുക്ക് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈ അൺസർട്ടനിറ്റി എന്നുകൊണ്ട് ഇതിനകത്ത് മീൻ ചെയ്യുന്നത്. The precise degree on needed progression cannot be estimated. അതായത് എത്ര പ്രോഗ്രഷൻ വേണം, ടാക്സ് എത്ര കൂടണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡിഗ്രി, ആ തോത് നമുക്ക് അളക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഓഫ് മെഷറിങ് ദിസ് എബിലിറ്റി ടു പേ ആസ് വെൽ ആസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പേഴ്സൺസ്. അതായത് വ്യത്യസ്തങ്ങളായ വ്യക്തികൾക്ക് ഇൻകത്തിൽ നിന്നുണ്ടാകുന്ന മാർജിനൽ യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ എന്താണ് എബിലിറ്റി ടു പേ, ഓരോ വ്യക്തികളുടെയും എബിലിറ്റി ടു പേയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പ്രോഗ്രസീവ് ടാക്സേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ എത്ര പ്രോഗ്രഷൻ ഉണ്ടാവണമെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് demerit of direct tax, that is uncertainty. Direct taxes are uncertain. That is the first important demerit of direct tax. Second is unpopularity. So second important demerit of direct tax is that it is unpopular. That is, they are directly imposed on individuals. Usually a direct tax is usually imposed on individuals directly. So both the impact as well as incidence have to be borne by the same person. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ ഇൻസിഡൻസും ഒരേ വ്യക്തി തന്നെയായിരിക്കും വഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്താണ്, they have to experience their own difficulties directly. So all the difficulties of a direct tax has to be experienced by the person directly, and so they are not popular as indirect taxes. But as far as indirect tax is concerned, we know that the impact as well as incidence is on different persons, but as far as direct tax is concerned, the impact as well as incidence is on the same person.
and hence it is very unpopular among the taxpayers. അപ്പോൾ അതുകൊണ്ട് this direct taxes are very unpopular among the taxpayers. That is one another difficulty or one another demerit of direct tax. Third demerit is that violation of the principle of equity. So this taxation, direct taxes, violates the principle of equity. Principle of equity or equality, that is violated by this direct tax. According to the direct taxation, we know that the burden of taxation actually falls heavily on the richer sections of the society than the poorer sections. Actually, the poorer sections of society are totally exempted from payment of the direct tax, like income tax. അല്ലേ, ഇൻകം ടാക്സ് പോലുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ the poorer sections are exempted, completely exempted from payment of this direct tax, whereas the richer sections of the society are the victims of this direct tax. They have to pay the direct tax. They are not avoided from payment of this taxation, and hence this is unjustified, because this is unjustified as well as improper, because the burden of this public expenditure should be borne by the individuals at all levels of society according to their ability to pay. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാക്സേഷനിലൂടെയാണ് ഗവൺമെൻറ് ഒബ്റ്റെയിൻസ് മണി ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ത്രൂ ടാക്സേഷൻ. സോ ദ ബേർഡൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ or burden of state taxation should be borne by all individuals of all levels of income without according to their ability to pay. So according to the ability to pay of the individuals, the burden of public expenditure should be borne by all the people of the society. But actually in the case of direct taxes, what is happening is that the richer sections are they have to pay, the richer sections have to pay the taxes, whereas the poorer sections of society, they are completely exempted from the payment of taxes in the case of direct tax. So that is a violation of the principle of justice as well as a principle of equality. So this principle of equality and justice is not there in the case of direct taxes. It violates the principle of equity. So that is another important demerit of a direct tax, violation of the principle of equity. That is another important demerit of a direct tax. Next, the fourth important demerit of a direct tax is large scale evasion. Large scale evasion, വളരെ വലിയ തോതിലുള്ള ഇവേഷൻ ഉണ്ടാകും. ഇവേഷൻ മീൻസ് എന്താണ്? ടാക്സിൽ നിന്ന് ഒഴിവാകുക, നികുതി വെട്ടിക്കൽ ഉണ്ടാവും. അതായത് ഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓണസ്റ്റി. അതായത് ഒരു വ്യക്തിയുടെ ഓണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഡയറക്റ്റ് ടാക്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. സോ only when a taxpayer is honest, he will not if a taxpayer is honest, he will not evade a tax. But whereas in it is a fact that people of higher income groups do not reveal their full income. So that is a behavior of most of the higher income people of the society. They do not fully reveal their income, they do not fully reveal their sources of income, and hence they do not behave honestly, and hence there is a chance of tax evasion. അപ്പോൾ നികുതി വെട്ടിക്കലിന് ഒരു സാധ്യത ഉണ്ടാവും, ബിക്കോസ് റിച്ചർ പീപ്പിൾ വിൽ ഹാവ് എ ടെൻഡൻസി ടു ബിഹേവ് ഡിസോണസ്റ്റ്ലി, ആൻഡ് ദേ മേ നോട്ട് ഓൾവേസ് റിവീൽ ദെയർ സോഴ്സസ് ഓഫ് ഇൻകം, ആൻഡ് ഹെൻസ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടാക്സ് ഇവേഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിമാർക്ക്ഡ് ദാറ്റ് ഡയറക്റ്റ് ടാക്സസ് ആർ എ പ്രീമിയം ഓഫ് ഓണസ്റ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഡയറക്റ്റ് ടാക്സസ് ആർ എ പ്രീമിയം ഓഫ് ഓണസ്റ്റി. അതായത് സത്യസന്ധതയുടെ തിരിച്ചടവാണ്, പ്രീമിയംസ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അടയണമെങ്കിൽ ടാക്സ് പെയർ എന്തായിരിക്കണം? he or she should be honest. Only if the taxpayer is honest, direct tax can be fully collected by the government. Otherwise there will be tax evasion. വലിയ തോതിലുള്ള നികുതി വെട്ടിക്കലിന് സാധ്യതയുള്ള ഒന്നാണ് ഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്നത്. So that is another important demerit of a direct tax. So these are the main demerits of a direct tax, and the first one is uncertainty in the case that we cannot correctly estimate the ability to pay of the taxpayer, as well as the
ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതായത് മാത്രമല്ല മാർജിനൽ യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ കറക്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രഷൻ. എത്ര കണ്ട് ടാക്സ് വർദ്ധിക്കണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അൺസർട്ടനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അൺപോപ്പുലാരിറ്റി, and the third one is violation of the principle of equality or equity, and the last is the large scale evasion. So these are the different demerits of a direct tax. Now we are moving on to the merits of indirect tax. ആക്ച്വലി ഞാനിന്ന് മാക്രോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മാക്രോ എടുത്താൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ പിന്നെയും പബ്ലിക് ഫിനാൻസ് എടുക്കാമെന്ന് പറയും. ഇതാകുമ്പോൾ പിന്നെ തിയറി ആയതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ടേംസൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പബ്ലിക് ഫിനാൻസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ മെറിറ്റ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. Indirect tax നമുക്കറിയാം. വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് which is imposed on a person but actually paid by another person. അല്ലേ? It is imposed on one person but it is actually paid by another person. That is called indirect tax. So we are now going to discuss about the merits of indirect tax. What are the merits of indirect tax? So first important merit of indirect tax is convenience. Convenience is the most important merit of indirect tax. So indirect taxes are convenient to pay. That is, it is usually an indirect tax is paid at the time of purchasing of a commodity. So when a particular person purchases a commodity, the indirect taxes are paid. So the taxpayer does not feel the burden of a tax. അല്ലേ? നമ്മൾ സാധാരണ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കുക. സോ വി ഡു നോട്ട് ഫീൽ ദ ബേർഡൻ ഓഫ് എ ടാക്സ്. അല്ലേ? നമുക്ക് ടാക്സിൻ്റെ ഒരു ബേർഡൻ തോന്നില്ല. അതുകൊണ്ട് ദ ടാക്സ് ബേർഡൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി which are bought by the customer. So the tax burden is in the price of the commodity which is bought by the consumer. So at the same time it is paid on a small amount. In small amounts. So the government can very conveniently collect the amount because the customer is paying the indirect tax through the prices. So it is not difficult for the customer to pay the tax, and at the same time it is a very small amount. It is paid in a small amount. So it is very convenient for the customer as well as taxpayer, as well as it is very convenient for the government for collecting the tax. So that is a first important merit of a direct tax, that is convenience. That is, it is paid while purchasing a commodity, so it is not felt by the consumer, as well as it is very easy for the consumer to pay the tax. So that is the first important merit of a direct tax, convenience. And the second tax, indirect taxes lead to social welfare. Indirect taxes Indirect taxes എന്തിലേക്ക് നയിക്കുന്നു? That leads to social welfare. സാമൂഹ്യ ക്ഷേമത്തിലേക്ക് നയിക്കുന്നു. നമുക്കറിയാം, usually the government will impose taxes on certain items like narcotics, intoxicants, ലഹരി മരുന്നുകൾ, അത് അങ്ങനെയുള്ള സാധനങ്ങളുടെ മുകളിൽ, ഈ മദ്യം തുടങ്ങിയ സാധനങ്ങളുടെ മുകളിൽ ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ടാക്സ് ചുമത്തും. So when the government imposes taxes on such commodities, that will reduce the consumption of them, and because these commodities are harmful to health. These commodities are harmful to health, and when the government imposes taxes on these commodities, what will happen? The consumption of these commodities will be reduced. ഈ കമ്മോഡിറ്റിയുടെ കൺസംഷൻ കുറയും. അപ്പോൾ അതിൻ്റെ ഫലമായി when there is a reduction in consumption of such goods, that will lead to increase in the welfare of the people. So when the consumption of the when the people reduce the consumption of such commodities like drugs, narcotics, etc., what will happen? The welfare or the standard of living of the people will be increased. The people can utilize this money which is saved through the non-consumption of such commodities, can be utilized for purchasing food items or other items for their family, and that can increase the family's welfare as well as the society's welfare, and that can improve the standard of living of the people concerned. So that is why indirect taxes are said to be promoting social welfare. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് ടാക്സസ് ലീഡ് ടു സോഷ്യൽ വെൽഫെയർ എന്ന് പറയാം. സാമൂഹ്യ ക്ഷേമത്തിലേക്ക് ഇൻഡയറക്റ്റ് ടാക്സസ് നയിക്കുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. Next, third important merit is indirect taxes are justified. Indirect taxes are justifiable or justified and equitable. അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് എന്താണ്? ജസ്റ്റിഫൈഡ് ആണ്. ദാറ്റ് ഈസ് they promote justice, and they are at the same time they promote equality or equity among the taxpayers. So usually these indirect taxes are paid by individuals when they purchase goods and services.
അല്ലേ? സാധാരണ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോഴാണ് ആൾക്കാർ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത്. ഒൺലി ദോസ് പീപ്പിൾ ഹൂ ക്യാൻ അഫോർഡ് ടു ബൈ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി വിൽ ബൈ ദാറ്റ് കമ്മോഡിറ്റി. അതായത് ഒരു കമ്മോഡിറ്റി വാങ്ങാൻ കഴിവുള്ള ഒരാളെ നമ്മൾ കമ്മോഡിറ്റി വാങ്ങുള്ളൂ. ഒൺലി വെൻ ദാറ്റ് പേഴ്സൺ പർച്ചേസസ് ദാറ്റ് കമ്മോഡിറ്റി ഹി ഹാവ് ടു പേ ദ ടാക്സ്. അപ്പോൾ ആ കമ്മോഡിറ്റി വാങ്ങുമ്പോൾ മാത്രമാണ് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അതർവൈസ് ദർ ഇസ് നോ നീഡ് ഫോർ ഹിം ടു പേ ദ ടാക്സസ്. അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ only when a person is purchasing a particular commodity, there is a need for payment of taxes. But actually if the person is not purchasing the commodity, there is no need for payment of taxation. And hence this indirect taxes promote the principle of equity as well as justice. ഇക്വിറ്റിയും അതുപോലെ ജസ്റ്റിസും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ജസ്റ്റിഫൈഡ് ബിക്കോസ് ദേ പ്രൊമോട്ട് ജസ്റ്റിസ് ആസ് വെൽ ആസ് ഇക്വാലിറ്റി. Next, fourth important merit is indirect taxes help production and investment. So another important merit of indirect taxes is that it promote production and investment. അത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഇറ്റ് ഹെൽപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊഡക്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ദിസ് ഇൻഡയറക്റ്റ് ടാക്സസ് ദേ പെർഫോം ആസ് എ പവർഫുൾ ടൂൾ ഇൻ മോൾഡിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇക്കോണമിയുടെ പ്രൊഡക്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും മോൾഡ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇൻഡയറക്റ്റ് ടാക്സിനെ ഉപയോഗിക്കാം. കാരണം when the indirect taxes are paid by the people, actually they are paying for the commodity they are buying. അല്ലേ? അവർ വാങ്ങുന്ന കമ്മോഡിറ്റിക്കുള്ള പ്രൈസാണ് അവർ കൊടുക്കുന്നത്. ബട്ട് ദിസ് വെൻ ദ പീപ്പിൾ ആർ പേയിങ് പ്രൈസ് ഫോർ ദ കമ്മോഡിറ്റി ദേ ബോട്ട്, ദാറ്റ് ഈസ് ആക്ച്വലി പ്രൊമോട്ടിങ് പ്രൊഡക്ഷൻ ഇൻ ദ കൺട്രി. അവർ വാങ്ങിച്ച സാധനങ്ങൾക്ക് വേണ്ടി അവർ പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തിന് പ്രൊമോട്ട് ചെയ്യുകയാണ്? പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അത് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ കൂടിയ എംപ്ലോയ്മെൻറ്റ് കൂടിയ ഇൻകം കൂടിയാൽ വീണ്ടും നമ്മുടെ ഇക്കോണമിയിലെ പ്രൊഡക്ഷൻ കൂടും, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടും, പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ ആ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവാൻ ഇക്കോണമിയെ പ്രോഗ്രസ്സിലേക്ക് നയിക്കാൻ എന്ത് സഹായിക്കും എന്നാണ് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സസ് സഹായിക്കും. പ്രൊഡക്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻഡയറക്റ്റ് ടാക്സസ് ഹെൽപ്പ് ചെയ്യും. അതാണ് പറഞ്ഞത് വേറൊരു മെറിറ്റായിട്ട് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസ് ഹെൽപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് നോ ഇവേഷൻ. So there are no chances of evasion in the case of indirect taxes. Why? We know that indirect taxes are generally paid when we are purchasing a commodity, because these indirect taxes are included in the price of the commodity. അല്ലേ? കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. സോ വെൻ വി ആർ പർച്ചേസിങ് എ കമ്മോഡിറ്റി വി ഹാവ് ടു പേ ദ ടാക്സ് എലോങ് വിത്ത് ദ പ്രൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. സോ എ പേഴ്സൺ ഹു ഈസ് പേയിങ് ദ ഇൻഡയറക്റ്റ് ടാക്സ് cannot evade from taxation. So he cannot evade from taxation, because only if a person is not purchasing a commodity he can evade the tax. If he is purchasing the commodity he should have to pay the tax. ഒരു കമ്മോഡിറ്റി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായി ടാക്സ് കൊടുത്തേ പറ്റൂ. ഇഫ് ഹി ഈസ് നോട്ട് പർച്ചേസിങ് ദ കമ്മോഡിറ്റി ഹി ക്യാൻ ഇവേഡ് ഫ്രം taxation. But if he is purchasing the commodity he have to surely pay the tax. Okay, that is another important merit of taxation. The indirect taxation, that is there is no chance of evasion, അല്ലെങ്കിൽ നികുതി വെട്ടിക്കലിന് സാധ്യത ഉണ്ടാവില്ല. ബിക്കോസ് എ പേഴ്സൺ ഇഫ് ഹി ഈസ് പർച്ചേസിങ് എ കമ്മോഡിറ്റി he have to pay the tax. He can evade from taxation only by refraining from consumption. കൺസംഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അയാൾക്ക് ടാക്സ് പേയ്മെൻറ്റ് നടത്താതിരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് there is no chance of evasion in the case of indirect taxes. Okay, now they are highly revenue yielding in developing countries. So another important merit of an indirect tax is that the indirect taxes are highly revenue yielding in developing countries. So as far as developing countries are concerned, these indirect taxes yield high amount of revenue. വളരെ വലിയ തോതിലുള്ള റവന്യൂ ഉണ്ടാവാൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുമാനം കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നു എന്നാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നത്. കാരണം direct taxes do not yield much income in developing countries, because the income of the people is very low in developing countries. So the income of the people is very low in developing countries, and hence the income tax paid will be also low, and hence the amount which is collected in the form of direct taxes will also be low. Whereas the indirect tax, as far as indirect taxes are concerned, we know that indirect taxes are levied on a number of essential commodities.
which are consumed by both the rich people as well as the poor people of the country. So we can collect large amount of revenue by way of indirect taxes in a developing country. So അതാണ് ഞാൻ പറഞ്ഞത്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, there are not much rich people in a developing country, and hence the amount which is collected through direct taxes will also be low. But whereas in the case of indirect taxes, we know that as far as developing countries are concerned, there is a high rate of growth of population in the country. The population is very high, and when the indirect taxes are levied on the population, on the people, then the amount of money which is collected through indirect taxes will be very high, because the taxes are imposed on the commodities. The commodities are purchased both by the rich and the poor people of the country, and hence the taxes collected will also be very high by way of indirect taxes. So that is another important merit of an indirect tax. Okay, these are the important merits of indirect taxes. Now first important merit is it is very convenience, that is the first important merit. Second, indirect taxes lead to social welfare. Third, indirect taxes are justified. Fourth, indirect taxes help production and investment. There is no evasion in case of indirect taxes. Then they are highly revenue yielding in developing countries. So these are the merits of indirect taxes. സോ ഇത് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ഡിമെറിറ്റ്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ മെറിറ്റ്സും എന്നാണ് ഞാനിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട്. സോ കേൾക്കുക, കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.